ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കമലേനെ ഒരു കണക്കിന് പിടിച്ച് ഗംഗ മുറി കൊണ്ടുവരുവാണ് കേട്ടോ. മുറി കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും കമല പറയുന്നുണ്ട്, നിനക്കറിയാം ഗൗരി എവിടെയെന്ന്, സത്യം പറയാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗംഗ കമലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുവാണ് കേട്ടോ. എവിടെയാണെങ്കിലും അവൾ സന്തോഷമായിട്ടിരിക്കണം എന്നല്ലേ കമലയിടത്തേക്ക് ആഗ്രഹം. അവൾ അങ്ങനെ ഒരു സ്ഥലത്താണ്, അവൾ സേഫാണ്. എന്തായാലും കമലയിടത്ത് ഞാൻ ഈ തരുന്ന മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് ചെറുതായിട്ടൊരു ആശ്വാസമൊക്കെ ആവുകയാണ്. കമല അതനുസരിച്ച് മരുന്നൊക്കെ മേടിച്ച് കഴിച്ച് അവിടെ കിടക്കുവാണ് കേട്ടോ. ഗൗരി എങ്ങനെയാണോ കമലയെ നോക്കി അതുപോലെ തന്നെ ഗംഗ നോക്കുന്നുമുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ ആദർശിനോട് നമ്മുടെ പോലീസുകാർ പറയുവാണ്, ഇനിയിപ്പോൾ എന്തായാലും നിന്നെ ജുഡീഷ്യൽ കസ്റ്റഡി കിട്ടിയല്ലോ 14 ദിവസത്തേക്ക്. കോടതിയിൽ നിന്നെ കൊണ്ടുപോകൊണ്ടാണ് ഇത്രയും നേരം നിന്നെ ഒന്നും ചെയ്യാണ്ടിരുന്നത്. ഇനിയിപ്പോൾ നീ സത്യങ്ങൾ പറഞ്ഞു മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഇനി കുറേ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടും എന്ന് പറയുവാണ് കേട്ടോ. ആദർശ് എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ആ ക്യാഷ് എടുത്തിട്ടില്ല, എനിക്കറിയത്തില്ല മാഡം എന്ന് പറയുവാണ്. ഇത് കേട്ട് കഴിയുമ്പോഴേക്കും പോലീസുകാരെല്ലാം കൂടെ ആദർശിനെ നല്ലപോലെ എടുത്തിട്ട് അടിക്കുവാണ് കേട്ടോ. കുറേ അടി കിട്ടി കഴിയുമ്പം വീണ്ടും പോലീസുകാർ ചോദിക്കുവാണ്, ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയും, ഞാൻ കുടിക്കാറില്ല. സിഗരറ്റോ? ഇല്ല, ഞാൻ വലിക്കാറുമില്ല മാഡം എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുറേ അടി പിന്നെയും കൊടുക്കുവാണ് കേട്ടോ ആദർശിന്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞ് ഞാൻ കുറച്ച് അടിയേ കൊള്ളുള്ളൂ എന്ന് പറയുവാണ്. അപ്പോഴും ആദർശ് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും പോലീസുകാരിങ്ങനെ പുച്ഛത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതേ സമയത്ത് വേണിയാണെങ്കിൽ ആദർശിനെക്കുറിച്ച് ഓർത്ത് മുറിയിലിരുന്ന് പൊട്ടിക്കരയുവാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നന്ദിനിയമ്മയും പ്രൊഫസറും കൂടെ അങ്ങ് വരുവാണ്. വേണീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ വിഷമിക്കേണ്ട മോളെ, സത്യം നമ്മുടെ കൂടെയല്ലേ, ഒരിക്കലും ആദർശ് അത് ചെയ്യില്ല എന്ന് നിനക്കും അറിയാമല്ലോ എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ വേണി പറയുവാണ്, ഞാൻ കരുന്നതല്ല, ഞാൻ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോളാണ്. പക്ഷേ എൻ്റെ അച്ഛൻ വിചാരിച്ചാൽ ഈസി ആയിട്ട് രക്ഷിക്കാമെന്ന ആദർശേട്ടനെ അച്ഛൻ പോലും വിചാരിച്ച് രക്ഷിച്ചില്ല. എനിക്ക് ആദർശേട്ടനോടുള്ള സ്നേഹം എൻ്റെ അച്ഛന് പോലും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് കരയുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫസർ പറയുന്നുണ്ട്, അത് സാരമില്ല മോളെ, നമ്മൾ ആരുടെ അടുത്തും ഒരു അഭയവും തേടി പോകണ്ട. അവൻ തെറ്റിയാത്രത്തോളം കാലം സത്യം നമ്മുടെ കൂടെയാണല്ലോ, ഉറപ്പായിട്ടും ഒരു ദിവസം സത്യം പുറത്തു വരും, അവൻ ഉറപ്പായിട്ട് രക്ഷപ്പെടും എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് സന്തോഷവും സങ്കടവും കൊണ്ട് നമ്മുടെ നന്ദിനമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ വേണി. പിന്നെ കാണിക്കുന്ന പ്രൊഫസറിനെയാണ്. പ്രൊഫസർ ആരൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാറിൻ്റെ അടുത്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് ഇട്ട് ഒരു പെണ്ണും ചെറുക്കനോട് അങ്ങ് വരുവാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, പ്രൊഫസറിൻ്റെ പഴയ സ്റ്റുഡൻറ്റാണ്, ഇതെൻ്റെ ഭാര്യയാന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഫസർ വന്നുള്ള മുഖം കാണാത്തതുകൊണ്ട് ആളെ ഓർമ്മ വരുന്നില്ല, ആരാന്ന് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും ഹെൽമെറ്റ് എടുത്ത് മാറ്റുവാണ് കേട്ടോ. അത് നമ്മുടെ ശങ്കറാണ്. അപ്പോഴത്തേക്കും പ്രൊഫസർ പറയുന്നുണ്ട്, എടാ ശങ്കരെ, നീ എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ചുമ്മാ ഒരു സർപ്രൈസ് തരാമെന്ന് ഓർത്തല്ലേ പ്രൊഫസറെ എന്ന് പറഞ്ഞ് ശ്യാം സാറിനെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ ഗൗരീനെ. അപ്പോഴേക്കും ഗൗരീനെ കണ്ടപ്പോഴത്തേക്കും ശ്യാം സാറ് നമ്മുടെ ശങ്കറിന് ഒരുപാട് നന്ദി പറയുവാണ്. നിനക്ക് ഇവളെ എന്നെ ഒന്ന് കാണിക്കാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശങ്കർ ഭായ് പറയുന്നുണ്ട്, എങ്ങനെ കാണിക്കാതിരിക്കും, അതുമാതിരി പ്രശ്നമല്ല ഇവളവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അച്ഛനെ കാണണം എന്ന് പറഞ്ഞു. അതിന് അച്ഛനും മോളും കെട്ടിപ്പിടിച്ച് പരസ്പരം കുറച്ചു നേരം ഒരുമിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ആദർശിൻ്റെ കാര്യമൊക്കെ ചോദിക്കുവാണ് കേട്ടോ ഗൗരി. എല്ലാം ചോദിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്യാം സാർ പറയാണ്, ഇതിന് പിന്നെ വലിയ ശക്തികളുണ്ടെന്ന് എനിക്ക് തോന്നേ, ആരൊക്കെ അവനെ പെടുത്തിയതാണ്, അതെന്താ അച്ഛൻ അങ്ങനെ തോന്നാൻ കാരണം എന്നൊക്കെ ചോദിച്ച് ഗൗരി ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാണ് കേട്ടോ. എല്ലാം കേട്ട് നിൽക്കുന്ന ശങ്കർഭായി പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ അലിയൻസിനെ ഞാൻ അത്രയും പെട്ടെന്ന് പുറത്തിറക്കും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന ശ്യാം സാറിന് ചെറിയൊരു സമാധാനം ആവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന വേണീനെയാണ്. വേണി ആദർശിനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്ന പോലീസുകാർ ഒരു പാവം പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും വേണിയുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, എന്തായാലും മാഡത്തിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും മാഡം വരുവാണ് കേട്ടോ. മാഡം വന്നിട്ട് വേണിയോട് പറയാണ്, അല്ല ഇതൊന്നും ഇവിടെ പറ്റത്തില്ല, വേണി ഇതിൻ്റെ അത് വല്ല വിഷവും ചേർത്തിട്ടുണ്ടെങ്കിലോ എന്ന് പറയുമ്പോൾ വേണി പറയാണ്, വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആദ്യം കഴിച്ചിട്ട് ആദർശമാണ് കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അവർ പറയണം, അല്ല വിഷം ചേർത്തെന്നല്ല, ഇവിടെ പല ആൾക്കാരും ഇതിനു മുമ്പ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടേ, മോഷ്ടിച്ചുകൊണ്ട് വന്ന ആൾക്കാരുടെ കുടുംബക്കാരെ ഫുഡ് കൊണ്ട് കൊടുക്കും, അവർക്ക് മാനഹാനി കാരണം വിഷമൊക്കെ ചേർത്ത ഫുഡായിരിക്കും, കൂട്ടത്തോടെ ആത്മഹത്യ, പിന്നെ അത് എൻ്റെ തലയിൽ വരും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വേണി പറയുകയാണ്, എൻ്റെ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം ഞാൻ എന്തായാലും അങ്ങനെ ഫുഡ് കൊണ്ടുവരേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും അവർ പറയുകയാണ്, എന്തായാലും വേണി ഇത്രയും ഫുഡ് കൊണ്ടുവന്നതല്ലേ, ഒന്ന് ചെന്ന് കണ്ട് കൊടുത്തേക്ക്, പിന്നെ ആദർശനെ ഞാനൊന്ന് നല്ലപോലെ ഒന്ന് പെരുമാറി നല്ല കുട്ടപ്പനാക്കി കേട്ടോ അവിടെ ഇരുത്തിയേക്കുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന വേണീനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.